വരുമ്പോൾ വെളിച്ചത്തേക്ക് വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയോ ന്യായീകരിക്കേണ്ട ബാധ്യതയോ കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണമായില്ല എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ അപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലിരിക്കുന്ന ഘട്ടത്തിലുമൊക്കെ ഈ സൈബർ അധിക്ഷേപങ്ങൾ, രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സൈബർ വെട്ടുകിളികളുടെ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ മുൻകൂർ ജാമ്യം എന്നുള്ളത് ഒരു ആയുധമാക്കി അവരൊക്കെ ഇനി തലപൊക്കുമോ ഹർഷീത്? ശ്രീജിത്ത്, രണ്ട് കേസുകളിലും രണ്ട് അതിജീവിതകളുടെ പരാതിയിന്മേലുള്ള കേസുകളിലും ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. രാഹുലിനെ 15 വരെ അറസ്റ്റ് ചെയ്യരുത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. എന്നാൽ ഇപ്പോൾ രണ്ടാമത്തെ, കുറച്ചുകൂടി ഗുരുതരമെന്ന് കരുതുന്ന രണ്ടാമത്തെ പരാതിയിലും ഇപ്പോൾ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചിരിക്കുകയാണ്. ഉപാധികളോടെയാണെങ്കിലും മുൻകൂർ ജാമ്യം ലഭിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തിപരമായി ആശ്വാസകരമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തേണ്ട സാഹചര്യമോ അല്ലെങ്കിൽ അത്തരം ജാമ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടത്തിൻ്റെയോ ഉത്തരവാദിത്തമോ ആശ്വാസം കൊള്ളലോ ഏറ്റെടുക്കേണ്ട സാഹചര്യം കോൺഗ്രസിനില്ല. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയിരിക്കുന്നു. ഇപ്പോൾ വേണമെങ്കിൽ അദ്ദേഹം സാങ്കേതികമായി കോൺഗ്രസ് പിന്തുണയോടുകൂടി ജയിച്ചു കയറുന്ന MLA ആണ് എന്ന് പറയാം. അത്രമാത്രമാണ് അദ്ദേഹത്തിന് കോൺഗ്രസുമായിട്ടും UDF-ഉമായിട്ടുള്ള ബന്ധം. എന്നാൽ ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ തന്നെ തനിക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായ പരാതിയാണ്. അടിക്കടി 2 പരാതികൾ വന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന കാര്യമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലും മറ്റും രാഹുൽ മാങ്കൂട്ടത്തിലെ അഭിഭാഷകർ വാദിച്ചിരുന്നത്. അത്തരം വാദങ്ങൾ കുറച്ചുകൂടി ശക്തമായി പൊതുമണ്ഡലത്തിലും മറ്റും ഉന്നയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന സൈബർ സംഘങ്ങളുമൊക്കെ ശ്രമിച്ചേക്കുമെന്നതാണ് ഇപ്പോഴത്തെ വിധി മൂലമുണ്ടാകാൻ പോകുന്ന ഒരു സ്വാഭാവികമായ ഫലം. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇന്ന് രാവിലെ തന്നെ KPCCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് കണ്ണൂർ നൽകിയ പ്രതികരണത്തിൽ ഈ രണ്ടാമത്തെ പരാതി ആസൂത്രിതമാണ് എന്ന് സംശയിക്കാവുന്ന ചില പ്രതികരണങ്ങൾ നടത്തി. വളരെ സണ്ണി ജോസഫ് ഒരു അഭിഭാഷകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ വളരെ ലീഗൽ അഡ്വൈസിൻ്റെ സഹായത്തോടു കൂടി തയ്യാറാക്കിയ ഒരു വെൽ റിട്ടൺ പരാതിയാണ് തനിക്ക് ലഭിച്ചത്. മാത്രമല്ല ഇത്തരമൊരു പരാതി ലഭിക്കുന്നതിനും തനിക്ക് വരുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾക്ക് ഈ പരാതിയുടെ കോപ്പി ലഭിച്ചിരുന്നു എന്ന കാര്യം കൂടി സണ്ണി ജോസഫ് പറഞ്ഞപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും തങ്ങൾക്ക് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കിയ ഒരു വിഷയത്തിൽ വന്ന പരാതി സ്വാഭാവികമല്ല എന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ദിലീപ് നടി ആക്രമിക്കപ്പെട്ട കേസ് കൂടിൻ്റെ വിധി കൂടി വന്ന് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടോ ഉള്ള ഒരു പുതിയ പരാമർശങ്ങളൊന്നും ഇനി കോൺഗ്രസ് നേതൃത്വത്തിൽ വരാൻ സാധ്യതയില്ല എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് മനസ്സിലാകുന്നത്.